ഹായ് ഫ്രണ്ട്സ്, ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 7ാം ക്ലാസ്സിലെ കിളി അയാളോട് സംസാരിക്കുന്നു എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ആധുനിക കാലത്ത് ഏറെ ചിന്തനീയമായ ഒരു വിഷയമാണ് ഈ പാഠഭാഗത്തെ ഇതിവൃത്തം. ആശയവിനിമയം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുത്തൻ തലമുറ തന്നിലേക്ക് തന്നെ ഉൾവലിയുന്നതിൻ്റെ ഒരു രേഖാചിത്രമാണ് പാഠഭാഗം. സ്നേഹവും പരസ്പര സഹകരണവും കുടുംബങ്ങളിൽ നിന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്താണ് സ്നേഹം തേടി അലയുന്ന ഒരു മനുഷ്യൻ. അയാളെയാണ് ഈ പാഠഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇന്ന് മിക്ക വീടുകളിലും ഇത്തരം സന്ദർഭങ്ങൾ സർവ്വസാധാരണമാണ്. കുടുംബ ബന്ധത്തിൻ്റെ ഭദ്രതയും ഒത്തൊരുമയും ഇന്ന് പല വീടുകളിലും കാണാനില്ല. വീട്ടിലെ ഓരോ വ്യക്തിയും അവരവരുടെ ലോകത്താണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ ഒത്തുചേർന്ന് സംഭാഷണങ്ങളും ആശയവിനിമയങ്ങളും ഇന്ന് നന്നേ കുറവാണ്. പുത്തൻ തലമുറയ്ക്ക് സംഭവിക്കുന്ന ഈ അപജയങ്ങളുടെ പ്രധാന കാരണം ഇത്തരം കുടുംബ പശ്ചാത്തലമാണ്. അത്തരത്തിലുള്ള ഒരു പാഠഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പ്രസ്തുത പാഠം. ആശയവിനിമയ സാധ്യതകൾ വിപുലപ്പെടുത്താൻ സഹായിക്കുന്ന സൈബർ ലോകത്തെ ഉപയോഗപ്പെടുത്തി മാത്രമേ മനുഷ്യ സമൂഹത്തിന് മുന്നോട്ടു പോകാനാവൂ. ഇതിനെ വിവേകപൂർവം എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. കിളി അയാളോട് സംസാരിക്കുന്നു. സന്ധ്യയ്ക്ക് വീട്ടിൽ കയറി ചെന്നതായിരുന്നു അയാൾ. ഭാര്യ ഏതോ ചാനലിലായിരുന്നു. TV ഭാര്യയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. മോൻ കമ്പ്യൂട്ടറിലായിരുന്നു. ഇമെയിലുകൾ തുടരെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരുന്നു. മോൾ മൊബൈൽ ഫോണിലാണ്. മോളോട് മൊബൈൽ നിർത്താതെ ചിലച്ചുകൊണ്ടേയിരുന്നു. അയാൾക്കൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പുറത്തിറങ്ങി ആകാശം നോക്കി. ആകാശത്തിൻ്റെ അനന്തതയിലെവിടെയോ ഒരു കിളി ചിറകടിച്ചു പറക്കുന്നു. കിളി അയാളെ നോക്കി. കിളിയുടെ ഭാഷ അയാൾക്ക് മനസ്സിലായി. അയാൾ ഒരിക്കലും ഒറ്റയ്ക്കല്ലെന്ന് തോന്നി. PK പാറക്കടവ് എഴുതിയ ഇരട്ട മിഠായികൾ എന്ന കഥയിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ഈ പാഠം. ഇവിടെ ആധുനിക ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ അപജയങ്ങളുടെ ഒരു പ്രതിഫലനമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സന്ധ്യാസമയത്ത് വീട്ടിൽ ചെന്ന ഗൃഹനാഥൻ അവിടെ കണ്ട കാഴ്ചകൾ. കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി, ഭാര്യയും മകൻ എല്ലാവരും അവരവരുടെ ലോകത്ത് ഓരോരോ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. അയാളെ ശ്രദ്ധിക്കാനോ ഒന്നിനും ആ കുടുംബത്തിലെ ഒരംഗങ്ങളും സമയം കണ്ടെത്തുന്നില്ല. അയാൾ അങ്ങനെ തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കണ്ട കിളിയോട് അയാൾ സംസാരിക്കുന്നു. കിളിക്ക് അയാളുടെ ഭാഷ മനസ്സിലാകുന്നു. വീട്ടിലെത്തിയ അയാൾ എന്താ കണ്ടത്? ഭാര്യ TV കണ്ടുകൊണ്ടിരിക്കുന്നു. ഭാര്യയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് TV ചാനലാണ്. മോൻ ആ സമയം കമ്പ്യൂട്ടറിലായിരുന്നു. ഇമെയിലുകൾ അവനോട് തുടരെ സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. ആ സമയം മകൾ മൊബൈൽ ഫോണിൽ
എന്തൊക്കെയോ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളും തിരക്കിലാണ്. അപ്പോഴേക്ക് അയാൾക്ക് മറ്റുള്ളവരോടൊന്നും സംഭാഷണം നടത്താനോ അയാളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോഴയാൾ എന്താ ചെയ്തത്? പുറത്ത് ആകാശം കാണാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഒരു മനോഹരമായ പക്ഷി ചിറകടിച്ച് പറക്കുന്നു. കിളിയുടെ ഭാഷ അങ്ങനെ അയാൾക്ക് മനസ്സിലായി. വീട്ടിൽ അയാൾ ഒറ്റയ്ക്കാണെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാൾ ഒറ്റയ്ക്ക് അല്ലാതെയായി. കിളി അയാൾക്ക് കൂട്ടായി. പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം അയാളോടൊപ്പം ഉണ്ടായി. ഇതാണ് പാഠഭാഗത്തിൻ്റെ ആശയം. എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു.